നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ ആഘോഷ ദിനങ്ങൾ തിരികെ എത്തി. വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ് ദുബായ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ചൊവ്വാഴ്ച മുതൽ എത്തിത്തുടങ്ങിയിരിക്കുന്നു. കോവിഡ് രോഗവ്യാപന പശ്ചാത്തലത്തിൽ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വിപുല ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയിരുന്ന രാജ്യാന്തര യാത്രാ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നതോടെ സന്ദർശകരുടെ എണ്ണം കൂടുമെന്നാണ് പ്രതീക്ഷ. എമിറേറ്റ്സും ഫ്ലൈ ദുബായും കൂടുതൽ സെക്ടറുകളിലേക്ക് സർവീസ് തുടങ്ങുകയാണ്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തീം വിമാനത്താവളത്തിൽ സന്ദർശനം നടത്തി. ലോകത്തെ ഏറ്റവും വലിയ ഇൻഡോർ തീ പാർക്കുകളിൽ ഒന്നായ IMG വേൾഡ് നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കും. UAE നിവാസികൾക്ക് 20 ദിർഹം നിരക്കിൽ ഈ വിസ്മയ ലോകത്ത് പ്രവേശിക്കാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു. റൈഡുകൾക്ക് ഓരോന്നിനും 25 ദിർഹവും എന്ന ഓഫറും ഏതാനും നാളത്തേക്ക് മാത്രം ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യാന്തര നിലവാരത്തിൽ സുരക്ഷ ഒരുക്കിയും ദുബായ് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുമാവും പ്രവർത്തിക്കുകയെന്ന് അധികൃതർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. വീരസാഹസിക ലോകത്തെ കഥാപാത്രങ്ങൾക്കൊപ്പം ചുറ്റിയടിക്കാനും റൈഡുകളിൽ തിമിർത്ത് മറിയാനും സുവർണാവസരം തീർക്കുന്ന IMG വേൾഡിൽ ഭക്ഷണപ്രേമികൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾക്കൊപ്പം വിവിധ കഫേകളിൽ രുചികൾ പരീക്ഷിക്കാനും അവസരമുണ്ട്. പാർക്ക് പൂർണ്ണമായും അണുനശീകരണം നടത്തിയായും ഓരോ മണിക്കൂറിലും ഇത് തുടരുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു. കോവിഡ് ഭീതി നിലനിൽക്കുന്നതിനാൽ ജീവനക്കാരും സന്ദർശകരും മാസ്കുകൾ ധരിക്കണമെന്നും സാമൂഹ്യ അകലം പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തെർമൽ സ്ക്രീനിംഗ് നടത്തിയാകും എല്ലാവരെയും പ്രവേശിപ്പിക്കുക. പ്രത്യേക സ്ഥലങ്ങളിലെല്ലാം സാനിറ്റൈസറുകൾ വെച്ചിട്ടുണ്ടാകും. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള IMG വേൾഡിന്റെ മെഡിക്കൽ സംഘവും സുസജ്ജമാണെന്നും അധികൃതർ അറിയിച്ചു. ദുബായ് സമ്മർ സർപ്രൈസിന് ഇന്ന് തുടക്കമാവുകയാണ്. അടുത്ത മാസം 29 വരെ നീളുന്ന മേളയിൽ വിവിധ മേഖലകളിൽ ഉല്ലാസ പരിപാടികൾ അരങ്ങേറും. കോവിഡ് പശ്ചാത്തലത്തിൽ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിച്ചാകും ആഘോഷം. യോഗ, ഷോപ്പിംഗ് മേളകൾ, നറുക്കെടുപ്പുകൾ, കുട്ടികളുടെ ഉല്ലാസ പരിപാടികൾ എന്നിവിടങ്ങളിൽ കരിമരുന്ന് പ്രയോഗവും ഭക്ഷ്യമേളകൾ തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും. ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ നേടാനുമുള്ള അവസരവുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.